കുലമിത് മുടിയാനൊരുവൻ കുടിലതയാർന്നോരസുരൻ ആ കുടിലത പലതും ചെയ്തു. ആരെ അസുരൻ എന്നൊക്കെ പറയുന്നു? ആരെയാണ്? കർണനും ഇന്ദ്രനും ചന്ദ്രനും വിജയനും സൂര്യനും ഗോപാലനല്ല രാകേഷും ഗോവിന്ദനും എല്ലാം ചേർന്ന ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ല. ഒരു കൂട്ടം മറ്റേ എന്തോന്നാ ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ല. കണ്ണൂരൊന്നും ഒരു പ്രശ്നമേ ഇല്ല. കണ്ണൂരെല്ലാം ഐക്യതയുടെ നിറകുടമായി തിളങ്ങി നിൽക്കുകയാണ്. നിങ്ങളുടെ കണ്ണൂർ CPM പാർട്ടിയിൽ എൽനിനോ പിടിപെട്ടിരിക്കുന്നു എന്നാണല്ലോ അറിയുന്നത്. പൊട്ടിത്തെറിയോ? എൽനിനോ ചുഴലിക്കാറ്റാണ് കേട്ടോ. അതെ, അതിനേക്കാൾ വലിയ കഷ്ടമാണെന്ന് കേൾക്കുന്നു ചുഴലിക്കാറ്റ്. ഞങ്ങളുടെ പാർട്ടി ഒരു വശത്തോട് ഇങ്ങനെ ചുഴലി അടിച്ചു കയറുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഐക്യതയുടെ നിറകുടങ്ങളാണ്. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം. നാടകങ്ങളൊക്കെ പൊളിയുന്നു. ഗ്രൂപ്പ് നാടകമല്ല, വ്യാജം, എല്ലാം വ്യാജം. KK രാഗേഷിനെതിരെ നേരത്തെ പാട്ടിന്റെ കൂട്ടത്ത് പറഞ്ഞായിരുന്നു. എന്നാലും രാകേഷാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പേര് കിട്ടി. കണ്ണൂർ അവിടെ ഇതാണല്ലോ പ്രശ്നം. KK രാഗേഷിനെ സെക്രട്ടറി ആക്കിയത് ഞങ്ങൾ ഏക കണ്ടേനയാണ്. ആരൊക്കെ? ഞങ്ങൾ എല്ലാവരും. ഐക്യ കണ്ടേന ആരൊക്കെ ഇരുന്ന് തീരുമാനിച്ചു? ഞങ്ങൾ എല്ലാവരും കൂടി. വിജയനും ഗോവിന്ദനും. അപ്പൊ അങ്ങനെയല്ല, അങ്ങനെ അവർ തീരുമാനിച്ചു KK രാഗേഷിനെ പാർട്ടിയിൽ ഒരു ജനാധിപത്യ സെക്രട്ടറി ആക്കണം. പാർട്ടിയിൽ നിങ്ങളുടെ പാർട്ടിയിൽ ജനാധിപത്യമോ? അതെ, ഏകാധിപത്യം അല്ല. ഇനി എടുത്തെടുത്ത് പറയണോ? അദ്ദേഹത്തിന് സെക്രട്ടറി ആക്കിനെതിരെ നേതൃത്വത്തിന് ജില്ലയിലെ ഒരു ഭാഗത്തുള്ള കാര്യമാക്കേണ്ട കാര്യമില്ല. പെട്ടിതാങ്ങികളെയൊക്കെ ചവിട്ടി പുറത്താക്കണമെന്നാണ്. വിജയന്റെ പെട്ടിതാങ്ങികളെ ഒക്കെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആവശ്യമാണല്ലോ വരുന്നത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ മാധ്യമങ്ങൾ തുടർച്ചയായ നിർമ്മിത കഥകൾ ചമയ്ക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. അതെ, എന്നിട്ട് നിങ്ങളുടെ മുതിർന്ന നേതാക്കളിൽ വേറെ ആരും അപലപിക്കുന്നില്ലല്ലോ. ഗോവിന്ദനും വിജയനും മാത്രമേ അപലപിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. KK രാഗേഷ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയങ്ങളും ഏറ്റെടുക്കാൻ നിങ്ങളുടെ മുതിർന്ന നേതാക്കൾ എന്തേ തയ്യാറാകുന്നില്ല? ഇനി പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഫ്ലെക്സ് വലിച്ചു കയറി റോഡിൽ ഇറങ്ങില്ല. എന്തിനേറെ ഉയർത്തിക്കൊണ്ടുവന്ന മറ്റേ വിഴിഞ്ഞം പോലും ഏറ്റെടുക്കാൻ നിങ്ങളുടെ നേതാക്കൾ എന്തേ തയ്യാറാകാത്തത്? അതാണ് ഈ വിഷയമായതുകൊണ്ട് വിജയൻ എപ്പോ വേണമെങ്കിലും പ്ലേറ്റ് മാറ്റാമെന്ന് അറിയാവുന്നത് കൊണ്ട് ആരും അതിനകത്തിൽ തല്ലിയിടാൻ പോയിട്ടില്ല. KK ശൈലജയും EP ജയരാജനും ശ്രീമതിയും ഒക്കെ നിങ്ങളെ വലിച്ചു താഴെ ഇറക്കുന്നു. അതായത് CPM-ൽ ഒരു കൂട്ടർ തല പൊക്കിയിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? അതായത് ഒരു പിളർപ്പ്, വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് ഞങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുന്നില്ല. അതെ അതെ, വിജയനെ ചവിട്ടി പുറത്താക്കണം, ഗോവിന്ദനെ ചവിട്ടി പുറത്താക്കണം എന്നുള്ള ആവശ്യങ്ങൾ ശക്തമാകുന്നു. ആരാടാ അത് പറഞ്ഞത്? വിളിച്ചോ? MP ഗോവിന്ദനും പിണറായി വിജയനും ഉയർത്തുന്ന വിഷയങ്ങളൊന്നും ഏറ്റെടുക്കാൻ മറ്റു നേതാക്കളാരും തയ്യാറാകുന്നില്ല. അതായത് പിണറായി പറയും, ബാക്കിയുള്ളവർ കേൾക്കും എന്നുള്ള ശൈലി ഇനി വേണ്ട എന്നുള്ളതാണ് തീരുമാനമെന്ന് അറിയുന്നു. ഏതോ കേന്ദ്രത്തിൽ നിന്ന് ബുദ്ധിപൂർവമായിട്ട് ഞങ്ങൾക്കെതിരെ. ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഞാൻ പറയട്ടെ? MA ബേബിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ നിങ്ങളുടെ കപ്പിത്താനെയും ഒക്കെ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു കളി നടത്തുന്നുണ്ട്. ഈ വാർത്ത ഉൽപ്പാദിപ്പിക്കുന്നത് ഏതോ കേന്ദ്രത്തിൽ നിന്നാണ്. പാർട്ടിയിൽ നിന്ന് ചോർന്ന് പുറത്തേക്ക് പോകുന്നു, മാധ്യമങ്ങൾക്ക് കിട്ടുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ CPM-ൽ നിന്ന് ഒന്നും പുറത്തു പോവില്ല. വ്യാജ നിർമ്മിതി. എന്റെ മാനവരെ നിങ്ങളൊന്നും വിശ്വസിക്കല്ലേ, എല്ലാം വ്യാജമെന്ന്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രശ്നമില്ല. അതെ അതെ, അതുകൊണ്ടാണോ KK രാഗേഷ് പങ്കുവെക്കുന്ന എല്ലാ പോസ്റ്റുകൾക്ക് താഴെയും നിങ്ങളുടെ CPM-കാർ തന്നെ ചെന്ന് ചീത്ത വിളിക്കുന്നത്? അത് വ്യാജന്മാര് ആരൊക്കെയോ വന്ന്. ദൈവമേ, മൊത്തം കൂട്ടയടിയാണെന്നാണ്. കൂട്ടയടിയൊന്നുമില്ല. അതായത് പിണറായി മാറി നിൽക്കണം, അതാണ് ഇപ്പോഴത്തെ ആവശ്യം. ആരാണ് ആവശ്യപ്പെട്ടത്? ഇങ്ങോട്ട് വേണം. എല്ലാരും ആവശ്യപ്പെടുന്നു. ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല. അയ്യോ, എന്നിട്ട് മറ്റേ തിടുക്കപ്പെട്ട് പിണറായി മറ്റേ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPI-ക്ക് കൊടുക്കാൻ വല്ലാത്ത വ്യഗ്രത കാണിക്കുന്നു. എന്താ, ഉപനേതാവ് പദവി KN ബാലഗോപാലിലേക്ക് പോകുമെന്നുള്ള പേടിയാണോ? നിങ്ങളുടെ കപ്പിത്താൻ ഇപ്പോൾ CPM-ൽ ഭയക്കുന്ന ഒരേ ഒരാൾ, തന്റെ എതിരാളിയാണെന്ന് പിണറായി കരുതുന്ന ഒരാൾ KN ബാലഗോപാലാണ്. ഞങ്ങളുടെ CPM സംഘടനാ രീതിയെ അപഹസിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു. പിണറായി വല്ലാതെ അങ്ങ് ഭയക്കുകയാണ് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ഞങ്ങൾക്ക് ഭയമോ? പിണറായിയുടെ കാര്യം അതാ പറഞ്ഞു. ഞങ്ങളുടെ നേതാവിന് ഭയമോ? എത്ര ഓണം നേതാവ് എത്ര ഓണം ഉണ്ടായിരുന്നു? 1 2 3 4 5 60. സുഹൃത്തുക്കളെ, അതായത് KN ബാലഗോപാലിനെ വല്ലാതെ അങ്ങ് ഭയക്കുന്നു. തന്റെ തലയ്ക്ക് മുകളിൽ KN ബാലഗോപാൽ വളരുമോ എന്നുള്ള ഭയം പിണറായിയെ വേട്ടയാടുന്നു. ബാലഗോപാലിനെ പറ്റി നേതാവിന്റെ കസേരയിൽ പിണറായി അട്ടർ വേസ്റ്റ് ആണെന്നും
ചവിട്ടിപ്പുറത്താക്കണമെന്നും വി.ഡി. സതീശനെ എതിർക്കാൻ ശക്തനായ ഒരു നേതാവ് അത് ബാലഗോപാൽ ആണ് എന്നും CPM-ൽ നിന്ന് വാദം ഉയർന്നു വരുന്നു. കപ്പിത്താന് വേണ്ടി ഇപ്പോൾ കുമ്മി അടിക്കാൻ ആരുമില്ല. ആകെ കുമ്മി അടിക്കുന്നത് KK രാഗേഷിനെ പോലെയുള്ള പെട്ടി നാങ്ങികൾ മാത്രമാണ്. ബാലഗോപാലിനെ പറ്റി പറയരുത്. ബാലഗോപാൽ ചെയ്തത് മോശമാണ്. ഞങ്ങളുടെ പിണറായിയെ പോലെ ഇത്രയും മുതിർന്ന നേതാവിന്റെ അടുത്ത് എഴുന്നേറ്റ് വാതുറന്ന് വല്ലതും പറയാന്ന് പറഞ്ഞ മോശമല്ലേ? പിന്നെ അണ്ണാക്കിലെ പിരിവെട്ടിയതുപോലെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രതികരിക്കണ്ടേ? പ്രതിപക്ഷ നേതാവ് മറ്റേ ഉണ്ട വിഴിഞ്ഞ പോലെ ഒരു ഇരിപ്പാണ്. എത്ര കുളം കണ്ടെന്ന് അറിയുമ്പോൾ ഇവിടെ ആരും പഠിപ്പിക്കാനെന്ന് പറഞ്ഞാൽ സ്പീക്കർ പോലും പറഞ്ഞു ഒരു മുതിർന്ന നേതാവിനെ ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്ന് സ്പീക്കർ വരെ ചോദിച്ചു. അവരൊക്കെ സീരിയസ് നേതാവ് വയ്യെങ്കിൽ പിന്നെ വീട്ടിൽ കുത്തിരുന്നൂടെ? മുതിർന്ന നേതാവ് പ്രായോ പക്വത പരിചയം ഇത്രയും വർഷത്തെ പരിചയമുള്ള ഒരു മനുഷ്യൻ എന്തിന് നിങ്ങൾ ഇങ്ങനെ? നിയമസഭയിൽ ഭരണപക്ഷം നിങ്ങളെ എടുത്ത് കടിച്ചു കീറുമ്പോൾ തിരിച്ചു പോയിന്റുകൾ പറയാതെ വായിൽ പിരിവെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ആരാണേലും എഴുന്നേറ്റ് പ്രതികരിക്കില്ല. എന്തായാലും അങ്ങോട്ട് വാ തുറന്ന് പറയാൻ. അത് പിന്നെ സതീശന് വിഷമം വരില്ലേ? അതായത് വി.ഡി. സതീശനെ എതിർക്കാൻ പിണറായിക്ക് കഴിവില്ല. അതുകൊണ്ട് പിണറായിയെ ചവിട്ടി പുറത്താക്കണമെന്നുള്ള ആവശ്യമാണ് ശക്തമാകുന്നത്. അതെ, 10 വർഷം ഇവിടെ ഭരിച്ചതാര്? 10 വർഷം നിങ്ങൾ ഭരിച്ചത് മറ്റേ PR വർക്കും കൊണ്ട് തള്ളിയതുപോലെ അല്ല കാര്യങ്ങൾ. 10 വർഷം ഇവിടെ ഭരിച്ചപ്പോ 5 വർഷം ഇവിടുത്തെ 10 വർഷം ഇവിടെ നിർത്തൂ. 10 വർഷം ഭരിച്ചപ്പോൾ എഴുതി കൊടുക്കുന്നു വായിക്കുന്നു, എഴുതി കൊടുക്കുന്നു വായിക്കുന്നു. ഇനി അങ്ങനെ പറ. അത് മോദി ചെയ്യണം. ഞങ്ങളുടെ പിണറായി ഒന്നല്ല ചെയ്യുന്നത്. MA ബേബിക്ക് പരാതി കൊണ്ട് തള്ളുകയാണ്. എന്തിന്റെ ആവശ്യത്തിന് കൊണ്ട് തള്ളുന്നു? ഞങ്ങളുടെ പാർട്ടിയെ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അണികളുടെ ആവശ്യം. തിരിച്ചു പിടിക്കാൻ കൈവിട്ട് പോയോ? എവിടെ പോയി? കഴിഞ്ഞ ദിവസം G. സുധാകരൻ വരെ എടുത്തിട്ട് കൂടെയുന്നത് എല്ലാവരുടെയും വായിലിരിക്കുന്നത് നിങ്ങൾ കേൾക്കുവാണ്. G. സുധാകരനെ പോലെ അഹങ്കാരം പിടിച്ചൊരു നേതാവ് ഇല്ലെന്ന് ചുമ്മാ മാധ്യമങ്ങളൊക്കെ വിരട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തോന്നിത്? ഒരു മാധ്യമ പ്രവർത്തകൻ അടുത്ത് ചെന്നപ്പോഴേക്ക് എന്തൊക്കെ വിളിച്ചു കൂവുന്നത്? കടക്ക് പുറത്തെന്നൊക്കെ പറഞ്ഞതാരായിരുന്നു? അതൊക്കെ പിന്നും ഭേദം. ഇതൊക്കെ എന്തോന്ന് പറയണത്? എന്റെ മാനവനെ നിങ്ങൾ കേട്ടതല്ലേ? G. സുധാകരൻ ഒരു മാധ്യമ പ്രവർത്തനം പറഞ്ഞത് കേട്ടില്ലേ? എടോ ഇങ്ങനെ ചോദിക്കല്ലേ, എടോ അടോ അടാ കൂടോ എന്നൊക്കെ വിളിച്ചിട്ട് എന്തോ ഒരു MLA അല്ലേ? MLA അടുത്ത് മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കണ്ടേ? CMA ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ വീട്ടിൽ പോയി ചോദിക്കടാന്ന് പറഞ്ഞതായിരുന്നു. അത് CM, അത് MLA. ജനങ്ങൾക്ക് വേണ്ടി മാധ്യമപ്രവർത്തകർ ചോദിക്കും. ധാർഷ്ട്യം നിറഞ്ഞ നേതാവ്. ഇതൊക്കെ നോക്കുമ്പോ ഞങ്ങളുടെ നേതാവിന്റെ ധാർഷ്ട്യം എന്താണ്? ധാർഷ്ട്യമല്ല. കഴിഞ്ഞ ദിവസം CPM-കാരൊക്കെ മറ്റേ വി.ഡി. സതീശനോട് പറയുന്നത്, വി.ഡി. സതീശ നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, രായാവല്ലാന്ന്. ആരായി പറയുന്നത്? 10 വർഷം ഇവിടെ രാജാവ് കളിച്ചതാരാ? നിങ്ങൾ രാജാവാക്കിയതല്ലേ? അതുകൊണ്ടല്ലേ എടുത്ത് മൂലയിൽ വെച്ചത്? നിങ്ങൾ രാജാവാക്കിയത് ഞങ്ങളുടെ കുറ്റമാണോ? ജനങ്ങളുടെ മനസ്സിൽ എന്നും നായകൻ രാജാവ് ഞങ്ങളുടെ പിണറായി തന്നെയാണ്. ഇപ്പോഴും ആ ഓറ പോയിട്ടില്ല അദ്ദേഹത്തിന്. ഈ കേരളത്തിലെ ജനങ്ങളുടെ കേരളത്തിലെ ജനങ്ങളുടെ പാർട്ടി അങ്ങ് തൊലച്ചോണ്ടിരിക്കുക പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ കയറിയിരുന്നിട്ട്. ആ വയനാട് അദാനിക്കെതിരെയൊക്കെ നിയമസഭയിൽ എന്തേലും ഒരു വിവാദം ഉയർന്നു വരുമ്പോ വായും കൂട്ടി മിണ്ടാതിരിക്കും. അദാനിക്കെതിരെ ഒന്നും പറയാൻ ഒരു തവണ ഒന്നും മിണ്ടാതിരുന്നു. അതിനാണ് ഇങ്ങനെ ആഘോഷിക്കുന്നത്. ഒരു തവണയോ? നിയമസഭ തുടങ്ങിയത് മുതൽ അടി കിട്ടുന്നത് ആർക്കാ? നിയമസഭ തുടങ്ങിയത് അത് അവര് മൈൻഡ് ചെയ്യണില്ല. ഞങ്ങൾ മൈൻഡ് ചെയ്യാത്തതല്ല. അതായത് ഭരണപക്ഷത്തെ അടിക്കാൻ പ്രതിപക്ഷം എന്തെങ്കിലുമൊക്കെ എടുത്ത് അങ്ങോട്ട് ഇടും, വാരി വിതറുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയ പദ്ധതിയാണെന്നും പറഞ്ഞുകൊണ്ട് സതീശൻ അടിച്ചൊറ്റയിരുന്നു. ഈ 2 വാക്ക് പറയാനല്ല അങ്ങേർക്ക് എന്തോന്നറിയാം? അല്ല പറ. PM ശ്രീ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാസം ഭരിക്കുന്നത് എല്ലാം കഴിഞ്ഞ സർക്കാരിന്റെ തലമണ്ണെ കൊണ്ടുവച്ചിട്ട്. നിങ്ങളല്ലേ ഭരിച്ചത്? അതേ എല്ലാം ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് ഭരിക്കുന്നു. PM ശ്രീയുടെ കാര്യത്തിൽ 2 വാക്ക് പറ. 2 വാക്ക് പറയണോ? ഞങ്ങൾ അത് ഉപേക്ഷിച്ച പദ്ധതിയാണ്. എന്റെ അടുത്ത് വീണ്ടും എടുത്ത് വെക്കുന്നത്. ഞങ്ങൾ പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് നിങ്ങൾ കേന്ദ്രത്തിന് കത്തയച്ചായിരുന്നോ? അത് ഞങ്ങൾക്ക് ഇലക്ഷൻ വർക്ക് സമയം കിട്ടിയില്ല. അവസാനം പിണറായിക്ക് തന്നെ പറയേണ്ടി വന്നല്ലോ കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഒപ്പിട്ടതെന്ന്. അതെ, അതിനാണ് ഞങ്ങൾ ഒപ്പിട്ടത്. അപ്പോഴല്ലേ CPI എതിർപ്പ് പറഞ്ഞത്. ഞങ്ങൾ CPIക്ക് നട്ടലുള്ളത് കൊണ്ട് അവരെ എതിർത്തു. മനസ്സിലായോ? കാശ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എന്തും അടിയറ വയ്ക്കുമെന്ന് നമുക്കറിയാം. ഇപ്പൊ എന്ത് ചെയ്യാൻ പോണത്? നടപ്പിലാക്കുന്നെന്ന് പറയാനുള്ള അതുപോട്ടെ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ എന്താ പറയാനുള്ളത്? അത് പിന്നെ ഇളവാക്കി നികുതി ഇളവാക്കിയിട്ടുണ്ട്. ഇതാണ് നിയമസഭയിലെ ഇവരുടെ അവസ്ഥ. വിഴിഞ്ഞം കാര്യത്തിൽ എന്താ പറയാനുള്ളത്? വിഴിഞ്ഞത്ത് അദാനി അദാനിക്ക് വേണ്ടി പോർട്ട് കൊടുക്കുന്നതിന് ഒരു മറ്റേ കരാർ ഒപ്പിട്ടല്ലോ. ആ കരാറെടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും അദാനിക്ക് എന്തെല്ലാം ഇളവുകൾ പിണറായിയുടെ കാലത്ത് കൊടുത്തു എന്നുള്ളത്. മിണ്ടരുത് കേട്ടോ, കേരളത്തിന്റെ കോമഡി അതല്ല. ദേശാഭിമാനിയുടെ ഒക്കെ അവസ്ഥ നോക്കണമേ. പിണറായി വിജയന്റെ കാലത്ത് അല്ല,
ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം വിഷയം വന്നപ്പോഴത്തേക്ക് 6000 കോടിയുടെ കടൽ കൊള്ള, 6000 കോടി. അത് കഴിഞ്ഞ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് അദാനിയുടെ കൈ പിടിച്ച് വിഴിഞ്ഞം വികസനത്തിലേക്ക് ഒറ്റ തള്ള. അതും കഴിഞ്ഞിട്ട് ദേശാഭിമാനി ഇപ്പൊ വി ഡി സതീശൻ വന്നപ്പോഴത്തേക്ക് വീണ്ടും കൊള്ളാം. ഇവിടുത്തെ നിങ്ങൾക്ക് എത്ര തന്തയുണ്ടോ? ജന്മഭൂമിയുടെയും ജനത്തിന്റെയൊക്കെ അവസ്ഥ തന്നെ ദേശാഭിമാനിയുടെ അവസ്ഥ പോലെ ഒരു അവസ്ഥ വേറെ ഒരു പത്രത്തിനും ഇല്ല. എന്നാ പിന്നെ ഞാൻ 2 വാർത്ത വായിക്കട്ടെ. കാപ്പ കേസിലെ സുഗതനെ കുരുക്കിയതെന്ന് ആര് പറയണ? ജന്മഭൂമി. അയ്യോ എന്തൊരവസ്ഥ, എന്തൊരവസ്ഥ. അത് അവര് മറ്റേ മിനിക്കുമല്ലോ. അതെ, അതുപോലെ ഒരു പദ്ധതിയുടെ കാര്യത്തിൽ എത്ര മലക്കം മറിച്ചിലാണോ മറിയുന്നത്? എത്ര മലക്കം മറിച്ചില്ല. മനസ്സിലാക്കില്ലേ? UDFന്റെ കാലത്ത് അദാനി ബൂർഷ്വ കോർപ്പറേറ്റ് മുതലാളി, പിണറായി വിജയന്റെ കാലത്ത് അദാനി വികസന നായകൻ. എത്ര അദാനിയുണ്ട്? 2 അദാനിയോ? തുറമുഖം വികസിപ്പിച്ചില്ലേ? ഞങ്ങക്ക് 2 കോയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 2 തന്തയുണ്ടെന്ന് നാട്ടുകാർ പറയും. 2 മാനവരെ നിങ്ങൾ ഇതൊന്നും മാനവരെ ഇവരുടെ ഭരണം പോയത് ഞങ്ങൾ ആർക്കും ഒരു വിലയില്ല. അയ്യോ ഈ കോമഡി എന്നല്ല. എനിക്ക് ഇപ്പോഴും ചിരി വരുന്ന കാര്യം എന്താണെന്നറിയാമോ? ഭരണപക്ഷത്തിരിക്കുന്ന ഞങ്ങളെ അല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെയാണ് ഭയക്കേണ്ടത്. നിയമസഭയിൽ ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുന്ന കൂട്ടത്തിനെ കാണുമ്പോഴത്തേക്ക് ചിരിയല്ല, നമ്മൾ എന്ത് ചെയ്യണം? കുറെ 10 വർഷത്തിന് ശേഷം ഈ പ്രതിപക്ഷത്ത് വന്നതാണല്ലോ. അപ്പൊ ഞങ്ങൾക്കൊരു ആദ്യത്തെ ഒരു കമ്പം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആക്റ്റീവായി ശക്തമായ പ്രതിപക്ഷത്തെ നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ രാത്രി ഉറങ്ങുമ്പോ കറണ്ട് ഉണ്ടല്ലോ അല്ലേ എല്ലാവർക്കും. 10 വർഷം ഇത് മാത്രമേ ഉള്ളൂ. 10 വർഷം ഇവിടെ കറണ്ട് ഇല്ലാതെ കേരളത്തിന്റെ ജനതയെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? ഇപ്പൊ രാത്രി വീശി കിടക്കുന്നുണ്ടല്ലോ. അനുഭവിച്ചോ? ഓരോരോ ദുരന്തങ്ങള് കളിക്കിടന്നു. ഒലക്കര മൂട്